ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ ഒരു പ്രാവശ്യം കൂടെ തിരുവചനം തിരുമധുര എന്ന എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ തന്നെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സുഹൃത്തുനാഥ, എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവ് എവിടെയെങ്കിലും എത്രത്തോളം വഴി നിർത്തിയ നന്മൾക്കായ നന്ദിയോട് സ്തോത്രം. ഈ ദിവസത്തിൽ കർത്താവെ എൻ്റെ സനയിൽ കടന്നു വരുമ്പോൾ നിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവ് തങ്ങളുടെ ജനത്തെ നയിക്കത്തക്കോണം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അടിയൻ അങ്ങയുടെ ജനം അങ്ങയുടെ വചനം ഏറ്റവും ലളിതമായ തൻ്റെ ജനത്തിൽ എത്തിക്കുവാൻ ആ വചനം അവരുടെ ജീവിതങ്ങളിൽ കർത്താവെ പുതിയ തേജസ്സും കൃപയും നൽകുവാൻ കർത്താവ് പുതിയ ദർശനം നൽകി കർത്താവ് വചനത്തിൽ ബലപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയാണ് പോരായ്മകൾ വീഴ്ചകളെന്ന് മനസ്സിലാക്കി അതൊക്കെ നികത്തിക്കൊണ്ട് കർത്താവ് കൂടുതലായിട്ട് അങ്ങേയുമായിട്ട് അടുക്കുവാൻ യുവജനം ഇടയാക്കണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആത്മീയ ജീവിതയാത്രയിൽ പലപ്പോഴും നാം ചെയ്യുന്ന പല പ്രവൃത്തികളും ദൈവനാമ മഹത്വത്തിനായിട്ടാണെന്നല്ലെങ്കിൽ നമ്മുടെ വാക്കുകളും വചസ്സുകളും പ്രവർത്തനങ്ങളും ഒക്കെ നാം ചിന്തിക്കുന്നത് അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കുമെന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന അവസ്ഥകളുണ്ട്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, പാരമ്പര്യമായി ഉള്ള അനേക പ്രവർത്തനങ്ങൾ നാം ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിൻ്റെ യഥാർത്ഥമായ അർത്ഥമെന്തെന്ന് മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ അതെന്തിന് ചെയ്യുന്നെന്ന് പോലും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന അനേക സഹോദരങ്ങളുടെ നമ്മളെ ചുറ്റുപാടുകളും കാണുവാൻ ഇടയാകും. നമ്മുടെ സഭകളും നമ്മുടെ പ്രസ്ഥാനങ്ങളും നമ്മുടെ കൂട്ടായ്മകളുമൊക്കെ കാലാകാലങ്ങൾ സാഹചര്യങ്ങൾക്കൊത്തവണ്ണമുള്ള മാറ്റങ്ങൾ ഇവയിലൊക്കെ കടന്നു വന്നിട്ടുണ്ട്. ദൈവം സ്ഥാപിച്ച അല്ലെങ്കിൽ ദൈവാത്മാവിൽ സ്ഥാപിക്കപ്പെട്ട സഭകളും ശുശ്രൂഷകളും പോലും ഇന്ന് ചില പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ ദൈവനാമ മഹത്വത്തിനായിട്ടാണോ അതോ വ്യക്തിഗത മഹത്വത്തിനായിട്ടാണോ ലൗകികമായ നേട്ടങ്ങൾക്കാണോ എന്ന് പോലും ചിന്തിക്കുവാൻ ഇടയാക്കാതെ അതിൽ മുഴുകി പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളും സമൂഹങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയും. വചനത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ വചനം സ്വന്തം ആവശ്യങ്ങൾക്കൊത്തവണ്ണം ജനത്തിന് നൽകുകയും ജനത്തിനെ യഥാർത്ഥമായ വചനത്തിൻ്റെ പൊരുകളിൽ നിന്ന് മാറ്റുന്ന അവസ്ഥകളും ഇന്ന് ലോകത്തിൽ നാം കാണാറുണ്ട്. ലോകാവസാനത്തിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് ജനത്തിനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ഇന്ന് ഏറ്റവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സമ്പന്നതയുടെ വാക്കുകളും സമ്പന്നതയുടെ വചസ്സുകളും കേൾക്കുവാനാണ് ഇന്ന് ജനതകൾക്ക് യഥാർത്ഥമായി ആഗ്രഹിക്കുന്നതും അത് അവർക്ക് സന്തോഷം ലഭ്യമാക്കുകയും ചെയ്യുന്നത്. നാം വചനത്തിൽ കൂടെ ഉടനീളം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ദൈവവചനം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത് ദൈവാലോചന പ്രകാരം ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിലെ കുറവുകളും വീഴ്ചകളും എവിടെയാണെന്ന് മനസ്സിലാക്കി നികത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ തേജസ്സിൽ നിൽക്കുവാനും ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിൽക്കുവാനും ആ ദൈവപ്രകാശം മറ്റുള്ളവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കുവാനുമാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമുഖത്ത് യാഗമായി അർപ്പിക്കപ്പെട്ട് നമ്മെ പാപത്തിൽ നിന്ന് വിമോചിക്കത്തക്കോണം സാഹചര്യങ്ങളും മുഖാന്തരങ്ങളും ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ ഇന്ന് ആത്മീയ അന്ധതയുടെ മധ്യത്തിൽ കടന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പല പ്രവർത്തനങ്ങളും യഥാർത്ഥമായി അതിൽ ദൈവഹിതമോ അല്ലെങ്കിൽ ദൈവനാമ മഹത്വത്തിനായിട്ടാണോ എന്ന് പോലും ചിന്തിക്കാതെ പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും അത് ദൈവത്തിനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് വലിയ വീമ്പറക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ. പക്ഷേ ഇതൊന്നും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നത് അവർ ആത്മീയമായ ഒരു അന്ധതയുടെ അവസ്ഥയായതൊരിക്കുന്നത് കൊണ്ടാണ്. 1 യോഹന്നാൻ 1:6 ഇപ്രകാരമാണ് പറയുന്നത്: അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. നാം വ്യാജം പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നു. എന്താണ് അവനോട് കൂട്ടായ്മ? അതായത്
കർത്താവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെന്ന് പറയുകയും പക്ഷേ എൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒരു 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 ഒരൊറ്റുപോലും സാമാന്യമായ പ്രവർത്തന ശൈലി ഇല്ലാതെ പോകുമ്പോൾ, അതായത് ഞാൻ പറയുന്ന കാര്യവും എൻ്റെ പ്രവർത്തനത്തിലും ഒരു സാമാന്യതയുമില്ല, രണ്ടും രണ്ട് വിപരീതമായ സാഹചര്യങ്ങളായിരിക്കും. അവിടെ ഇത് വ്യക്തമായി പറയുന്നത്, എനിക്ക് ദൈവമായിട്ട് കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ഇരുളിൻ്റെ പ്രവർത്തികളാണെങ്കിൽ നാം വ്യാജം പറയുന്നെന്നാണ് പറയുന്നത്. നാം എല്ലാ ആഴ്ചകളിലും നമ്മുടെ ശുശ്രൂഷകളും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സഭകളിലെയും എല്ലാ ആരാധനകളും പ്രാർത്ഥനാ കൂട്ടായ്മകളൊക്കെ നാം സംബന്ധിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവയൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞ് അടുത്ത നിമിഷം എൻ്റെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ദൈവഹിതമല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ ആത്മീയ അന്ധതയുടെ മധ്യത്തിലാണ് കടന്നു പോകുന്നതെന്നാണ്. മുമ്പോട്ട് വായിക്കുമ്പോൾ 1 യോഹന്നാൻ്റെ 1:8 ഇപ്രകാരമാണ് പറയുന്നത്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതായി. നമ്മിൽ പാപം ഇല്ല എന്ന് പറയുന്നത്, ആരും പാപമില്ലെന്ന് പറയുന്നില്ലെങ്കിലും അനേകരുടെ പ്രവർത്തനങ്ങളും അവരുടേതായ മനോഭാവവും ജനമധ്യത്തുള്ള പ്രവൃത്തികളും കാണുമ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന വിശുദ്ധ ഗണത്തിൻ്റെ കൂട്ടത്തിലുള്ള വ്യക്തികളാണെന്നുള്ള പ്രവർത്തനങ്ങളാണ്. കർത്താവിൻ്റെ അനുയായികൾ എന്ന് പറയുകയും ചെയ്തിട്ട് മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത പ്രവർത്തനം നടക്കുമ്പോൾ, എങ്കിലും മറ്റുള്ള വേദികൾ ലഭ്യമാകുമ്പോൾ ദൈവനാമ മഹത്വത്തിനായും ദൈവത്തിൻ്റെ പ്രചാരണത്തിനായും വചനത്തിൻ്റെ പ്രചാരണത്തിനായും വാചോരമായി സംസാരിക്കുകയും പല കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ കേൾക്കുന്ന ജനം വിചാരിക്കും, എന്തൊരു ആത്മീയ ചൈതന്യമുള്ള വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിയുടെ യഥാർത്ഥ ജീവിതം നാം ഒന്ന് നോക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ഒരു കാര്യവും പ്രാവർത്തികമില്ലെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കും. ഇന്നല്ല ജനം പാപമില്ലെന്ന് പറയുന്നവർ കുറവായിരിക്കും, പക്ഷെ ഞാൻ പാപി അല്ലെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ജനമധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. 1 യോഹന്നാൻ 2:11 ഇപ്രകാരമാണ് പറയുന്നത്, സഹോദരനെ വെറുക്കുന്നവനോ ഇരുട്ടിലാകുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവന്റെ കണ്ണുകൾ കുരുടാക്കുന്നതിനാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. സഹോദരനെ, ഏറ്റവും ലളിതമായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. സഹോദരനെ വെറുക്കുവൻ. നിന്റെ കൂട്ടുവിശ്വാസിയോ മറ്റുള്ളവരെ കാട്ടി വിട്ട് നിന്റെ സ്വന്തം സഹോദരനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ കുറവുകൾ കാണും, ബലഹീനത കാണും, ചിലപ്പോൾ പക വെക്കുന്ന ഒരു അവസ്ഥ വരെ കാണും പരസ്പരം. പക്ഷേ അവിടെ ദൈവകൃപയിൽ ജീവിക്കുന്ന വ്യക്തി അതൊക്കെ മറന്ന് ആ സഹോദരനെ വീണ്ടെടുക്കത്തക്കോണം, ആ സഹോദരനെ സ്നേഹിക്കത്തക്കോണം മനോഭാവത്തിലേക്ക് വളരുന്നില്ലെങ്കിൽ പറയുന്നത് എന്താണ് ഇവിടെ? നീ ഇരുട്ടിലാകുന്നെന്നാണ്. ഇന്ന് നമ്മുടെ ചുറ്റും നാം നോക്കുമ്പോൾ അനേകമായ കുടുംബ സംഘർഷങ്ങളുടെ കാരണം പരസ്പരം ഉൾക്കൊള്ളുവാൻ കഴിയാത്ത കാരണമാണ്. അത് സഹോദര ബന്ധമായിരിക്കും, മാതാപിതാക്കളുടെ ബന്ധമായിരിക്കും, അങ്ങനെ കുടുംബജീവിതത്തിലെ ദാമ്പത്യ ബന്ധമായിരിക്കും, പല കാര്യങ്ങൾ കാണും. അവിടെ പരസ്പരം ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ വഹിക്കുവാൻ സ്നേഹിക്കുവാൻ കഴിയാത്ത അവസ്ഥ. പക്ഷേ ഈ പറയുന്ന വ്യക്തികൾ ആയിരിക്കുന്ന സഭകളിലും കൂട്ടായ്മകളിലും ഒക്കെ ഏറ്റവും മുൻപന്തിയിൽ വലിയ പ്രവർത്തിക്കുന്നതായി കാണിക്കുന്ന വ്യക്തികളുമായിരിക്കും. എല്ലാ കാര്യത്തിലും മുൻപേ എന്ത് കാര്യത്തിനും കൈത്താങ്ങ് നൽകുവാൻ മറ്റു ആ സഭയോ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ പ്രവർത്തന മേഖലകളിൽ ഏറ്റവും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ ജീവിതത്തിൽ യഥാർത്ഥമായി ഇരുട്ടിൻ്റെ അവസ്ഥയാണെന്നാണ് അവിടെ പറയുന്നത്. 1 യോഹന്നാൻ 2:10 ഇപ്രകാരമാണ് പറയുന്നത്, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. അപ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു കൽപ്പന, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ശിഷ്യന്മാരെന്ന് ലോകം പറയും. ആ സ്നേഹമാണ് യഥാർത്ഥമായി
കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ നിലനിർത്തുവാൻ ഇടയാക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയുണ്ടെങ്കിൽ, ആ സ്നേഹത്തിനൊത്തവണ്ണം നാം ജീവിക്കുകയാണെങ്കിൽ നാം വെളിച്ചത്തിലായിത്തീരും. നാം വെളിച്ചത്തിലായിത്തീരുമ്പോൾ കാണേണ്ടതുപോലെ കാണുവാനും പ്രവർത്തിക്കേണ്ട പോലെ പ്രവർത്തിക്കുവാനും നമ്മൾ സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും ഇടയാകും. വെളിച്ചമില്ലാത്ത അവസ്ഥ, അന്ധകാരത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും തപ്പിത്തടഞ്ഞ് നടക്കുന്ന അവസ്ഥകൾ, യാഥാർത്ഥ്യങ്ങൾ കാണുവാൻ ഇടയാക്കാത്ത അവസ്ഥകൾ, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ ഇടയാക്കാത്ത അവസ്ഥകൾ. പക്ഷേ ഇവിടെ പറയുന്നത്, സഹോദരനെ സ്നേഹിക്കുന്നവൻ അവൻ വെളിച്ചത്തിൽ വസിക്കുക മാത്രമല്ല, ഇടർച്ചയ്ക്ക് അവനിൽ ഒരു കാരണമില്ലെന്നാണ് പറയുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിഗത ജീവിതമായാലും കുടുംബ ബന്ധമായാലും ദാമ്പത്യ ബന്ധമായാലും ഏത് ബന്ധത്തിൽ ഇടർച്ചയുണ്ടപ്പോൾ മനസ്സിലാക്കിക്കോണം, അവിടെ വെളിച്ചമില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല, ഇരുളിൻ്റെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കിക്കോണം. 2 കൊരിന്ത്യർ 4:4 ഇപ്രകാരമാണ് പറയുന്നത്, ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ വെളിച്ചം കാണാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ഈ ലോകത്തെ ദൈവം, അതായത് പ്രതിയോഗി, നമ്മുടെ മനസ്സിനെ കുരുടാക്കി ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി ഉൾക്കൊള്ളുവാനോ കാണുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് ജനം ഇവിടെ ജീവിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ആരാധനകളും ശുശ്രൂഷകളും കൂട്ടായ്മകളും പ്രാർത്ഥന ഇതിലൊക്കെ നാം കടന്നു പോകുന്നുണ്ടായിരിക്കും. പക്ഷേ അവിടെ കേൾക്കുന്ന ദൈവവചനം എന്നിലൊരു മാറ്റം വരുത്തുന്നില്ലെങ്കിൽ, അവിടെ കേൾക്കുന്ന ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ഒരു ക്രിയ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാതെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പറയുന്നത് എന്താണ്? ഈ ലോകത്തെ പ്രതിയോഗി നമ്മുടെ മനസ്സുകളെ കുരുടാക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഒരു ഇരുളിൻ്റെ അവസ്ഥയിലാണ് ഈ ലോകത്തിലെ പ്രതിയോഗി നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. മുമ്പോട്ട് വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ 14:15 വായിക്കുമ്പോൾ, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും, എന്നാൽ നീ പാതാളത്തിലേക്ക് അഗാധമായ കുഴിയിലേക്ക് താഴ്ത്തപ്പെടും. പ്രതിയോഗിയുടെ അന്ത്യത്തെ പറ്റിയാണ് ഇവിടെ കാണുന്നത്. അതായത് പിതാവാം ദൈവമായ യഹോവയുടെ ഒപ്പം വസിച്ചു കൊണ്ടിരുന്ന ആ ദൂതഗണങ്ങളിൽ പ്രധാനമായ ദൂതനായ ഒരുവൻ, അവൻ്റെ മനസ്സിൽ കടന്നു വന്നൊരു ചിന്തയാണ്. എന്താണ്? ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. ഇവിടെയാണ് ആത്മീയ അന്ധത വളരുവാൻ ഇടയാകുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ, ചുമതലകളിൽ, ശുശ്രൂഷകളിലായിരിക്കും, വയൽ പ്രദേശങ്ങളിലായിരിക്കും നാം ഒന്ന് പ്രവർത്തിക്കുവാൻ ഇറങ്ങിത്തിരിച്ച് മുൻപോട്ട് പോകുമ്പോൾ, ആ പ്രവർത്തന മേഖലകളിൽ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന വേറൊരു വ്യക്തി അല്പം മുൻപോട്ട് പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ അവനെ തള്ളി മാറ്റുന്ന അവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയ്ക്ക് ഇരട്ടിയായി നാം പ്രവർത്തിക്കുന്നെന്ന് ഭാവിക്കുന്ന അവസ്ഥകൾ, ഇതൊക്കെ യഥാർത്ഥമായി ചിന്തകളിൽ കൊണ്ടുവരുന്ന നിഗളമാണ്. ഈ നിഗളമാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുക മാത്രമല്ല, ദൈവകൃപയിൽ നിന്ന് വീഴ്ത്താൻ ഇടയാക്കുന്നതും, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ, ആത്മീയ അന്ധതയിലേക്ക് കടന്നു പോകാൻ ഇടയാക്കുന്നത്. 2 കൊരിന്ത്യർ 11:3 പൗലോസ്ലീഹ ഇപ്രകാരമാണ് പ്രതിയോഗിയെ പറ്റി പറയുന്നത്, എന്നാൽ സർപ്പം ഹവ്വായെ കൗശലത്താൽ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഴിതെറ്റി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. യഥാർത്ഥമായ പ്രതിയോഗി ഹവ്വായെ എങ്ങനെയാണ് ഒരു ചോദ്യമാണ് മനസ്സിലിട്ടിട്ട് പോകുന്നത്, ഒരു സംശയമാണ് മനസ്സിലിട്ടിട്ട് പോകുന്നത്. പലപ്പോഴും നാം സംശയത്തിൻ്റെ മേളിലാണ് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വീഴ്ചകൾ ആരംഭിക്കുന്നത്. ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ സഭയിൽ നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ദൈവനാമ മഹത്വത്തിനായി തീരുമെന്ന് പ്രതിയോഗിക്ക് മനസ്സിലാകുമ്പോൾ
അതിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുടെ ചിന്തകളിൽ ഒരു സംശയം ഇട്ട് കൊടുക്കും. ഇവനോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവൻ മുമ്പോട്ട് പോകും, ഇവന് സമർത്ഥം നൽകി കഴിഞ്ഞാൽ ഇവൻ മുമ്പോട്ട് പോകും. അത് നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അതിന് ഇവനെതിരെയുള്ള മറ്റു പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അവിടെ എന്താണ്? ഒരു സംശയമാണ്. കൂട്ടുവേലക്കാരിൽ തമ്മിൽ ഭിന്നത സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ, കൂട്ടുവേലക്കാരിൽ തമ്മിൽ ഉള്ള സ്നേഹം തകർക്കുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ ഒരുക്കുന്നത് ആരാണ്? പ്രതിയോഗി ഒരിക്കലും വന്നൊരു പ്രതിസന്ധി സൃഷ്ടിക്കത്തില്ല, മനസ്സിൽ സംശയങ്ങൾ ഇട്ടിട്ട് പോവുകയുള്ളൂ. 2 കൊരിന്ത്യർ 11:14 ഇപ്രകാരമാണ് പറയുന്നത്: അതിൽ അത്ഭുതപ്പെടേണ്ട സാത്താൻ തന്നെ വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അതായത് നമ്മുടെ അഭ്യുതകാംക്ഷിയായി കടന്നു വന്ന് നമ്മുടെ ചിന്തകളിൽ ചില സംശയങ്ങൾ ഉളവാക്കിയിട്ട് സാത്താൻ അങ്ങ് കടന്നു പോകും. ഈ കടന്നു വരുന്ന വ്യക്തി ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും, നമ്മൾ സ്നേഹിക്കുന്ന ഒരു സ്നേഹബന്ധത്തിലുള്ള വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ കുടുംബാംഗമായിരിക്കും. നമ്മളെ ഏറ്റവും സ്വാധീനിക്കത്തക്കവണ്ണ വ്യക്തികൾ കൂടെ മാത്രമേ പ്രതിയോഗി എപ്പോഴും പ്രവർത്തിക്കുകയുള്ളൂ. കാരണം നാം ഒരു വ്യക്തിയെ സ്വാധീനിക്കുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തിയെ പ്രതിയോഗി എടുത്ത് ഉപയോഗിക്കുന്നത്. അല്ലാത്തൊരു വ്യക്തിയെ ഒരിക്കലും ഉപയോഗിക്കുകയില്ല. അതുകൊണ്ടാണ് സാത്താൻ തന്നെ വെളിച്ചദൂതത്തിൻ്റെ വേഷം ധരി. വെളിച്ചദൂതെന്ന് പറയുമ്പോൾ ഇന്നത്തെ മേഖലകളിൽ നമ്മെ സ്വാധീനിക്കത്തക്കമുള്ള നമ്മുടെ കൂട്ടുവിശ്വാസികളോ നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്നവരോ മറ്റുള്ള അപ്രകാരമുള്ള വ്യക്തികളെ ഉപയോഗിച്ചാണ് നമ്മളെ തളർത്തുവാൻ, വീഴ്ത്തുവാൻ പ്രതിയോഗി പരിശ്രമിക്കുന്നത്. 2 കൊരിന്ത്യർ 4:3 ഇപ്രകാരമാണ് പറയുന്നത്: എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കാകുന്നു മറഞ്ഞിരിക്കുന്നത്. അതായത് സുവിശേഷം കേട്ടിട്ടും അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ അതിനെ തിരസ്കരിക്കുന്ന അവസ്ഥ. എന്തിന് ഞാൻ ഈ സുവിശേഷം ഉൾക്കൊള്ളണം? എന്തിനെൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം? എന്താ ഈ ജീവിതത്തിൽ ഈ മാറ്റം വരുത്തിയോണ്ട് എന്താണ് എനിക്ക് ലാഭം? അപ്രകാരം ചിന്തിക്കുന്നവരെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് നശിച്ചു പോകുന്നെന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ടിട്ടും അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥയിൽ കടന്നു പോകുന്ന, ഇന്ന് പ്രത്യേകിച്ചും ആധുനിക സമൂഹത്തിലായിരിക്കുന്ന യുവതലമുറകളുടെ ചിന്തകളിലുള്ള ഒരു കാര്യമാണ് സുവിശേഷത്തിൻ്റെ ഉത്ഭവം എവിടെയാണെന്നാണ്. ആരാണ് ഈ പുസ്തകം, വിശുദ്ധ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്? അതിൽ പറയുന്ന കാര്യം സത്യമാണോ? അതിലെന്തുകൊണ്ട് ഇപ്രകാരമായ പല കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു? കാരണം ചില രാജ്യങ്ങളിലും ചില സാഹചര്യങ്ങളിലൊക്കെ പറയുന്നത് മ്ലേച്ഛകരമായ കാര്യങ്ങളാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഒരു കൊലയാളിയെ വലിയതായി കാണിക്കുന്നതാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഇന്ന് ഇതെല്ലാം കടന്നു വരുന്നുണ്ടെങ്കിൽ അത് പ്രതിയോഗിയുടെ തന്ത്രമാണ്. ജനത്തിനെ അല്ലെങ്കിൽ യുവതലമുറകളെ ശുശ്രൂഷകളിലും ആത്മീയ മേഖലകളിൽ നിന്നും മാറ്റത്തക്കവണ്ണമുള്ള വിടവ് സൃഷ്ടിക്കുന്ന പ്രക്രിയയാണ് ഇന്ന് നടക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് നാം അതിനെ അതിജീവിച്ചുകൊണ്ട് നാം എത്രമാത്രം യുവതലമുറകൾക്ക് വേണ്ടി ചിന്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവരെ വീണ്ടെടുക്കുവാൻ പരിശ്രമിക്കുന്നെന്ന് ചിന്തിക്കണം. ആത്മീയ അന്ധതയുടെ മധ്യത്തിൽ കടന്നു വന്ന ജനത്തിനെ ആത്മീയ വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞാനും നിങ്ങളും എത്രമാത്രം പരിശ്രമിക്കുന്നെന്നൊന്ന് ചിന്തിക്കണം. നമുക്ക് എഴുതി തള്ളിക്കളയാം, അവൻ ഒരിക്കലും നന്നാകുകയില്ല, അല്ലെങ്കിൽ ഇവരൊരിക്കലും നന്നാകുകയില്ല. കാരണം ഒരുവനെ നന്നാക്കണമെങ്കിൽ അതിൻ്റേതായ അനേകമായ പ്രക്രിയകൾ കാണും, സമയവും അതിനുവേണ്ടി കഷ്ടത, ത്യാഗമെല്ലാം സഹിക്കണം. നമുക്കറിയാം, ഒരു തരിശ് ഭൂമിയെ സമൃദ്ധിയായി അവിടെ നല്ല ഫലങ്ങൾ ഉളവാക്കണമെങ്കിൽ അതിനുവേണ്ടി അപ്രകാരം ഒരു പ്രയത്നം ചെയ്യേണ്ടിയിരിക്കുന്നു. ആ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമുക്കവിടെ നേരം ലഭ്യമാകുന്നത്. നമുക്ക് ആ തരിശ് ഭൂമിയെ എന്നേക്കുമായി തരിശായി കളയുകയും ചെയ്യാം, അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്തുവാൻ കഴിയും. ഇന്ന് എന്നെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മീയ മേഖലയിൽ നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകളായും സഭകളായിരിക്കും, നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സാമൂഹ്യ മേഖലകളായിരിക്കും. നാം എത്രമാത്രം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ വീണ്ടെടുക്കുവാൻ പരിശ്രമിക്കുന്നെന്ന് ചിന്തിക്കണം. 2 കൊരിന്ത്യർ 3:16 ഇപ്രകാരമാണ് പറയുന്നത്: ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. മൂടുപടം നീങ്ങിപ്പോന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണിലെ മറ മാറ്റി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാൻ, സത്യത്തിനെ മനസ്സിലാക്കുവാൻ, കർത്താവിനെ കണ്ടെത്തുവാൻ, ദൈവവചനത്തിൻ്റെ ജീവിതത്തിലേക്ക് മുൻപോട്ട് വരുവാൻ കഴിയും. അതാണ് റോമാലേഖനം 1:26
28 തൊട്ട് 32 വരെ പറയുന്നു. റോമാലേഖനം 1:28 തൊട്ട് 32 വരെ പറയുന്നത്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നിലനിൽക്കുവാൻ ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ട് ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിലേക്ക് വിട്ടുകളഞ്ഞു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരും അസൂയയും കൊലപാതകവും കലഹവും വഞ്ചനയും പകയും ഏഷണിയും തിങ്ങിയവരും പരദൂഷണക്കാരും ദൈവദ്വേഷികളും നിഷ്ഠൂരന്മാരും ഗർവിഷ്ഠന്മാരും ആത്മപ്രശംസക്കാരും തിന്മ കണ്ടെത്തുന്നവരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരുമത്രേ. ഇപ്രകാരം പ്രവർത്തിക്കുന്നവർ മരണയോഗ്യരാണെന്നുള്ള ദൈവകൽപ്പന അവർ അറിഞ്ഞിട്ടും അവ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരെ അംഗീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾ അതിനു മുമ്പ് വായിച്ചെന്ത്, ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. പക്ഷേ ഈ മൂടുപടം നീങ്ങിപ്പോകാത്ത വ്യക്തിയുടെ ജീവിതത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ തിന്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകുക മാത്രമല്ല, തിന്മയിൽ പ്രവർത്തിക്കുന്നവരെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും അവരുമായിട്ടാണ് കൂട്ടായിരിക്കുന്നതെന്നും പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ സമ്മതം മൂളുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചമില്ല. അവരിന്നും ഇരുട്ടിൻ്റെ മറയിലാണ് ജീവിക്കുന്നത്. ആരാധനകളും ശുശ്രൂഷകളും കടന്നു വരുന്നുണ്ടായിരിക്കും, കൂടെ ആയിരിക്കും നമ്മളോടൊപ്പം ഹല്ലേലൂയ സ്തോത്രവും പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ പറയുന്ന അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടെങ്കിൽ, പറയുന്ന അനേക കാര്യങ്ങളാണ്, അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരും, അങ്ങനെ പല കാര്യങ്ങൾ, ഇവയിൽ കൂടെ ജീവിക്കുന്നവരാണെങ്കിൽ അവരെന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരിന്നും പൂർണ്ണമായ വെളിച്ചത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും അവരുടെ കണ്ണിൽ ലോകത്തിൻ്റെ മൂടുപടമുണ്ട്. അതായത് പ്രതിയോഗി അവരുടെ കണ്ണുകളെ അടച്ചിരിക്കുകയാണ്, അതിൻ്റെ മുമ്പിൽ ഒരു മറ വച്ചിരിക്കുകയാണ്, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുവാൻ വേണ്ടി. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, 1 യോഹന്നാൻ 1:5-7 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന സന്ദേശമാകുന്നു. അവൻ വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നാം അന്ധകാരത്തിൽ ജീവിക്കുന്ന വ്യക്തികളെ പറ്റി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പക്ഷേ ഈ ലോകത്തിൻ്റെ മൂടപടം മാറി കർത്താവിനെ കണ്ടെത്തുവാണെങ്കിൽ എന്താണ് പറയുന്നത്? ദൈവം വെളിച്ചമാകും, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവനോട് ജീവിക്കുകയാണെങ്കിൽ, അവൻ വെളിച്ചത്തിലായിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ട്. ഇന്ന് പലപ്പോഴും നാം കേൾക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് സഭകൾ വളരുന്നില്ല, എന്തുകൊണ്ട് കൂട്ടായ്മകൾ വളരുന്നില്ല, എന്തുകൊണ്ട് പ്രാർത്ഥനാ ശുശ്രൂഷകൾ വളരുന്നില്ല. അതിൻ്റെ അർത്ഥമാണ് ഇന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് വളരുന്നില്ല? നാം വെളിച്ചത്തിലാണോ? നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ സഭ വെളിച്ചത്തിലാണോ? സഭയും കൂട്ടായ്മയും വെളിച്ചത്തിലാണെങ്കിൽ ആ കൂട്ടായ്മ വളരുക മാത്രമല്ല, ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, ദൈവിക പ്രവർത്തനങ്ങളിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരുവാൻ, അന്ധകാരത്തിൽ നടക്കുന്ന അനേകർക്ക് കൈത്താങ്ങായി കടന്നു ചെന്ന് അവരെ വീണ്ടെടുക്കത്തക്കോണം നാം പ്രവർത്തിക്കുവാൻ ഇടയാകും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഇന്ന് നമ്മെ ആക്കി വച്ചിരിക്കുന്ന മേഖലകളിൽ, ഏത് സഭയായിക്കൊള്ളട്ടെ, ഏത് ശുശ്രൂഷയായിക്കൊള്ളട്ടെ, ഏത് പ്രാർത്ഥനാ കൂട്ടമായിക്കൊള്ളട്ടെ, അവിടെ
എന്താണ് നടക്കുന്നതെന്ന് നാം ചിന്തിക്കണം. അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളാണോ അതോ ദൈവം ആഗ്രഹിക്കുന്ന വെളിച്ചത്തിൻ്റെ പ്രവർത്തനങ്ങളാണോ? അല്ല, വെളിച്ചത്തിൻ്റെ പ്രവർത്തനങ്ങളല്ലെങ്കിൽ ഈ സമയത്ത് ദൈവത്തോട് യാചിക്കുക, ദൈവമേ അതിനൊരു മാറ്റം വരുത്തുവാൻ, നിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രകാശം അവിടെ പകർന്ന് ഞങ്ങൾക്ക് വ്യക്തതയോട് മനസ്സിലാക്കുവാൻ, ഈ ലോകത്തിൻ്റെ മൂടുപടം മാറ്റി നിന്നെ കാണുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ തലകണെ വണക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദിവാത്സല്യമായ സർവ്വനാഥ, നിൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ ഇത്രത്തോളം ഞങ്ങളെ വഴിനിർത്തി കർത്താവേ. പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും മേഖലകളിൽ കടന്നു പോകുമ്പോൾ പലപ്പോഴും കർത്താവ് നിന്നെ തള്ളിപ്പറഞ്ഞ അവസ്ഥകളുണ്ട് കർത്താവേ. ഈ ലോകത്തിൻ്റെ കർത്താവെ പ്രതിയോഗി ഞങ്ങളുടെ കണ്ണുകൾക്ക് മറ സൃഷ്ടിച്ച് കർത്താവെ, കാണേണ്ടത് കാണുവാൻ, സത്യത്തിനെ മനസ്സിലാക്കുവാൻ ഇടയാക്കാതെ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട് കർത്താവ്. ഈ സമയത്ത് നിൻ്റെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ മൂടുപടം മാറ്റി കർത്താവെ നിൻ്റെ പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക മാത്രമല്ല കർത്താവെ, അനേകരെ നിന്നിലേക്ക് ആകർഷിക്കുവാൻ, അനേകരെ നിനക്ക് വേണ്ടി നേടുവാൻ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളെ വീഴ്ചകളും ക്ഷമിച്ച് കർത്താവ് നിൻ്റെ പ്രകാശത്താൽ ഞങ്ങളെ നിറച്ച് വഴി നടത്തണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.